സെബാസ്റ്റ്യൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സാർ. സാർ വെൽക്കം വെൽക്കം. താങ്ക് യു സോ മച്ച്. ഇന്ന് ആളുകൾ ഭയങ്കര കുറവാണല്ലോ. വിഷു എന്താണെന്ന് വിചാരിച്ചോ? വിഷ്ണുവിന്റെ തയ്യാറെടുപ്പാണ്. അല്ല, വിഷ്ണുവിന്റെ തയ്യാറെടുപ്പാണ്. ഷൈമന് തന്നെ എന്റെ ടോപ്പിക് ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു, സാറേ 14-ാം തീയതി വിഷു ആണ്, സാറിന് വേറെ ദിവസം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഷൈമയോട് പറഞ്ഞു 14-ാം തീയതി അല്ല 15-ാം തീയതി വിഷു. പക്ഷെ ഷൈമിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് 14-ാം തീയതി അല്ല വിഷു. അപ്പൊ ഇനിയിപ്പോ അതുപോലെയാണ് എല്ലാവരും വിചാരിച്ചതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ആൾക്കാർ വളരെ കുറവാണ്. എനിവേ ദാറ്റ്സ് ഫൈൻ. നമ്മള് ഗ്രിറ്റിന്റെ പാർട്ട് 3യിലേക്കാണ് വന്നിരിക്കുന്നത്. ഗ്രിറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആരെങ്കിലും, ഞാൻ പറഞ്ഞ ഈ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി, കഴിഞ്ഞ കുറച്ച് 2 പ്രാവശ്യം ക്ലാസ് കേട്ടു. അതിൽ നിങ്ങൾ ഏറ്റവും ടച്ച് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? നല്ലൊരു ഓർക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോ ഈ 2 ദിവസത്തെ ഗ്രിറ്റിന്റെ ക്ലാസ് എടുത്തല്ലോ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായത് അല്ലെങ്കിൽ ഏറ്റവും ഓർക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും? എന്ത് വന്നാലും പിന്മാറില്ല എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം. വെരി ഗുഡ് ഷൈമൻ. താങ്ക് യു സോ മച്ച്. എനിവൺ എൽസ്? പാഷൻ കണ്ടെത്തിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, എഫേർട്ട് എടുക്കണം. വെരി ഗുഡ് മണി സർ, യു സെഡ് ഇറ്റ്. എനിവൺ എൽസ്? എനിവൺ കേട്ടതിൽ ഓർക്കുന്നത്? അമേഘ പറഞ്ഞു. നിങ്ങൾ സാധിക്കാൻ പ്രായം ഒരു തടസ്സമല്ല. ഏത് പ്രായത്തിലും നമ്മുടെ പാഷൻ തിരഞ്ഞെടുക്കാം, അതിനൊത്ത് പരിശ്രമിക്കാം. വെരി ഗുഡ് മേഘ. താങ്ക് യു. വൺ മോർ, ഒരു ചാൻസ് കൂടി ഉണ്ട് ഒരാൾക്ക് കൂടി. എന്തെങ്കിലും ഓർത്തിരിക്കുന്നത്, നിങ്ങളെ ടച്ച് ചെയ്തോ ക്യാച്ച് ചെയ്തോ ആയിട്ടുള്ള കാര്യം? പലരും പേഴ്സണൽ മെസ്സേജ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. എന്നാലും ഒരാളും കൂടി പറയോ? ഇല്ല, കാണില്ല. മെസ്സേജ് അയച്ചാലും മതി. എനിവേ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം വെച്ചാൽ ഇത്രയും പേരെങ്കിലും നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പൊ നമ്മൾ ഗ്രിറ്റ് പറഞ്ഞ ഒരു കാര്യമാണ്, അതിൽ മണി സാറ് പറഞ്ഞതാണ് ഏറ്റവും എന്താ പറയാ ഇമ്പോർട്ടന്റ്. ലൈക്ക് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇമ്പോർട്ടന്റ്. പക്ഷെ ഏറ്റവും കൂടുതൽ കാര്യം വെച്ചാൽ ടാലന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ടാലന്റ് നമ്മൾ എപ്പോഴും ഉണ്ടെങ്കിൽ പോലും ആരാണ് ഹാർഡ് വർക്ക് എടുക്കുന്നത്, അപ്പോ എഫേർട്സ് എടുക്കുന്നതാണ് കൗണ്ട് ടോയ്സ്. ടാലന്റ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നമ്മൾ എഫേർട്സ് എന്തായാലും എടുക്കണം. അതാണ് ഗ്രിറ്റ് പറയുന്നത്. ആ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പറഞ്ഞത് നമ്മളിതിപ്പോ ടാലന്റ് ഈ ഒരു ഫോർമുലയൊക്കെ ഞാൻ പറഞ്ഞാണ്. ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയായിരുന്നു? എത്ര മാർക്ക് കിട്ടി? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കള്ളന്മാരും ചെയ്തില്ല എന്ന് പറഞ്ഞു. ആ നേരത്ത് മുങ്ങിപ്പോയെന്ന് തോന്നുന്നു. ചോദിച്ചിട്ട് എന്നെ പറ്റിച്ചല്ലേ? ചോദ്യം കണ്ട, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട അപ്പൊ ഓടും എല്ലാവരും. പരീക്ഷ എഴുതി മടുത്തു എന്ന് പറയണം. നോക്കി സാറേ, നോക്കി. എത്ര മാർക്ക് കിട്ടി? മാർക്ക് എനിക്ക് കിട്ടത് 24. എത്ര കിട്ടി? എനിക്ക് 10 മാർക്ക്. 10 മാർക്ക്. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 100-ല് അല്ല 50-ല് 10 മാർക്ക് കിട്ടി. വെരി ഗുഡ്. സോ നമ്മൾ കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എനിവൺ എൽസ് മാർക്ക് പറയാൻ ധൈര്യമുള്ളവരെന്ന് പറഞ്ഞേ. നിങ്ങൾ ആ ഓർഡർ തിരിച്ചൊക്കെയല്ലേ എടുത്തേ? ഞാൻ പറഞ്ഞ പോലെ ഐ ആം എ ഹാർഡ് വർക്ക്. നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണെങ്കിൽ 5 മാർക്ക് എടുക്കണം, അല്ലെങ്കിൽ 1 മാർക്കാണ് എടുക്കേണ്ടത്. നേരെ തിരിച്ചിപ്പോ ഐ ഹാവ് ഡിഫിക്കൽട്ടി മെയിൻറ്റെയിൻ ഫോക്കസ് ഓൺ പ്രോജക്ട് സ്റ്റിൽ ദാറ്റ് ടേക്സ് മോർ ദാൻ എ ഫ്യൂ മന്ത്സ് കംപ്ലീറ്റ്. അപ്പൊ എനിക്ക് അങ്ങനെ അത് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ആദ്യത്തെ എടുക്കണം, ഫോൾസ് ആണെങ്കിൽ ഏറ്റവും അവസാനത്തെ എടുക്കണം. ബാക്കി ആരും മാർക്ക് പറയാൻ ധൈര്യമില്ല. വെരി ഗുഡ്. എനിവേ അപ്പം നമ്മൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, നമ്മളിത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇതും റിപ്പീറ്റ് ചെയ്യാനില്ല, എനിക്ക് മടുപ്പില്ല, കേൾക്കുന്നതിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടെങ്കിലും. നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്ത് വേണമെങ്കിലും നമുക്കൊരു ഒരു ഫിലോസഫി വേണം, അല്ലെങ്കിൽ ഒരു ഓർഡർ വേണം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വേണം. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ നിങ്ങൾ ഓർക്കുക? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്കാണ് റോബിൻ ശർമ്മയുടെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. എന്ന് വെച്ചാൽ നിങ്ങൾ മരിച്ച ആര് കഴിയും. അതുപോലെ തന്നെ നിങ്ങളെ എങ്ങനെ ഓർക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും ജസ്റ്റ് ഒരു
ഞങ്ങളുടെ ക്രിസ്ത്യൻസിനാണെങ്കിൽ മഞ്ചയില്, അല്ലെങ്കിൽ ഹിന്ദുസിനാണെങ്കിൽ ആ താഴെ ആ, നിലത്ത് മൊത്തം കെട്ടി മറിച്ച് കിടക്കുന്ന സമയത്ത് അവിടെ വരുന്ന ആൾക്കാർ, ചുറ്റും വരുന്ന ആൾക്കാർ നിങ്ങളെ എങ്ങനെ, നിങ്ങളെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? ആഹ് ചിലരൊക്കെ ചിലരെ നമുക്ക് ഇതിനകത്തുള്ള ആരും അങ്ങനെയില്ല, എന്നാലും ചിലരൊക്കെ പറയില്ലേ മരിച്ചത് നന്നായി, മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലെങ്കിൽ പോലും. അപ്പം ആഹ് നമ്മളെ ഒരു പർപ്പസ് എന്നെ എങ്ങനെയായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ കുഴിമാടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്മാരകശില ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും അതിനകത്ത് ചെയ്തത്? അങ്ങനെ ഒരു പർപ്പസ് നമുക്ക് ഉണ്ടെങ്കിൽ ലൈഫിൽ കുറച്ചും കൂടി ഈസിയാണ്. ഇതിനകത്ത് ആഹ് ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ള സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പം ആലിസ് ഇൻ വണ്ടർലാൻഡ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഈ ആലിസ് ഇൻ വണ്ടർലാൻഡിൽ ഒരു സീൻ ഉണ്ട്. അപ്പൊ ആലീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആലീസിനെ സഹായിക്കാൻ വേണ്ടി ഇപ്പോഴും ഒരു ക്യാറ്റ് ഉണ്ടാവും. ചെഷർ ക്യാറ്റ് എന്ന് അതിനെ പറയാം. അപ്പൊ ആ ക്യാറ്റ് എന്താ പറയാ, ആ ക്യാറ്റ് ഇങ്ങനെ എല്ലാ സമയത്തും ഇവനെ സഹായിക്കും. അപ്പൊ ഇങ്ങനെ അലീസ വണ്ടർലാൻഡിലൂടെ അങ്ങനെ പോയി ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോ രണ്ട് വഴികൾ, ഒരു വഴി രണ്ടായിട്ട് തിരിയാണ്. അപ്പൊ ആലീസിന് കൺഫ്യൂഷനായി, ഇന്നത് ഏത് വഴിക്ക് പോകണം. അപ്പം ആ, മറ്റേ ഇവള് ഉടനെ തന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞിട്ട് ചെഷർ ക്യാറ്റ് പ്രത്യക്ഷപ്പെട്ടു. ചെഷർ ക്യാറ്റിന്റെ അടുത്ത് ചോദിച്ചു, ആ, ഞാൻ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്, പ്ലീസ് ഗൈഡ് മീ. ക്യാറ്റ് പറഞ്ഞു, ആലീസ് വേർ യു വാണ്ട് ടു ഗോ, എനിക്ക് എവിടെയാ പോണ്ടേ? അപ്പൊ ആലീസ് പറഞ്ഞു, ദാറ്റ് ഐ ഡോണ്ട്. ഇത് ആലീസിനോട് ചോദിക്കുന്നത് നിനക്ക് എവിടേക്കാ പോണ്ടേ? അപ്പൊ ആലീസ് പറയണം, അയ്യോ അതെനിക്കറിയില്ല. അപ്പം കാറ്റ് പറഞ്ഞ കേസ്, നിനക്ക് എവിടെയാ പോണ്ടെന്ന് അറിയില്ലെങ്കിൽ നീ ഏതെങ്കിലും വഴി എടുത്തു, അല്ലേ? എങ്ങടാ പോണ്ടെന്ന് അറിയില്ലെങ്കിൽ ഏത് വഴി എടുത്താലും ഫൈൻ. മറിച്ച് നിനക്ക് ഇന്ന സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഏത് വഴി എടുക്കണ്ടേന്നുള്ളത്. അപ്പോ മനുഷ്യന്റെ ലൈഫ് അങ്ങനെ, നമുക്കൊരു പർപ്പസ് വേണം. ആ പർപ്പസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സുന്ദരമാക്കണമെങ്കിൽ നമുക്കൊരു പർപ്പസ് വേണം. അല്ലാണ്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എനിക്കൊരു ട്രെയിനർ ആവണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഓ ഇദ്ദേഹം ഒരുപാട് മനുഷ്യരെ നേരായ വഴിക്ക് നയിച്ചു, അല്ലെങ്കിൽ ഓ ഈ കിടക്കുന്ന മനുഷ്യൻ കാരണം എന്റെ ജീവിതം സക്സസ് ആയേ എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും? അപ്പൊ ആ പർപ്പസ് നമ്മൾ കണ്ടെത്താം. നോട്ട് മേക്കിംഗ് മണി, ലൈക്ക് പൈസ കുറെ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആ പൈസ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് ജീവിതങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും ആളുകളുടെ ഒക്കെ ഒരു മനോഭാവം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓ അവര് വലിയ ബിസിനസ്സുകാര്, എത്രയാ പൈസ ഉണ്ടാക്കും, ഓ അവര് കുറെ കാശ് ഉണ്ടാക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നന്നായിട്ട് പൈസ ഉണ്ടാക്കും. ഞാൻ കള്ളത്തരത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശരിയായ രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ തരുന്ന ഒരു സർവീസ് എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ പലരും എന്നെ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട്, ആരും വിളിച്ചില്ലായിരുന്നു. എന്റെ ഫാമിലി ഒരുമിച്ച് പോയതാണ്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് പോയ സമയത്ത് അവിടുത്തെ ഞാൻ ലുലുവിൽ കണ്ടു റെയിൽവേ സ്റ്റേഷൻ ഫോട്ടോ. താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ ട്രിവാൻഡ്രത്ത് ലുലുവിൽ പോയി. അപ്പൊ ഞാൻ ലുലുവിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ആ ഹൈപ്പർ മാർക്കറ്റിൽ വെറുതെ കയറി. ഞാൻ പിള്ളേരോട് പറഞ്ഞ കാര്യമായിട്ടൊന്നും മേടിക്കേണ്ടതാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാല്, ലുലു പോയവർക്കൊക്കെ അറിയാൻ പറ്റും എത്ര മനോഹരമായാണ് അവർ ഓരോ പ്രോഡക്റ്റ് ഡിസ്പ്ലേ, ആളുകൾ വാങ്ങുന്നു, മേടിക്കുന്നു. ഫ്രൂട്ട്സ് ഒക്കെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട്സ് അവർ കൊണ്ടുവരുന്നു. ഏറ്റവും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ്, അല്ലെങ്കിൽ ആളുകൾ ക്യൂ ആണ് ഫുഡ് ഏരിയയിലും അതുപോലെ ഓഫേഴ്സിലൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, യൂസഫ് അലി ഈസ് മേക്കിംഗ് മണി, ബട്ട് ഹൗ ഹി ഈസ് മേക്കിംഗ് മണി? ഹീസ് ഗിവിംഗ് എ ലോട്ട് ഓഫ് കംഫർട്ട് ടു ദ പീപ്പിൾ. ഒരുപാട് കംഫർട്ട് കൊടുത്തിട്ടാണ് ഹീസ് മേക്കിംഗ്. സോ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൂടാന്ന് എനിക്ക് പലപ്പോഴും തോന്നാറ്. കാര്യം പൈസ ഉണ്ടാക്കുന്ന ഒരു തെറ്റായ കാര്യമൊന്നുമില്ല. പക്ഷെ പൈസ ഉണ്ടാക്കുമ്പോൾ നമ്മള് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ഞങ്ങൾ എന്തുമാത്രം സർവീസാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിയപ്പോൾ നമ്മളിപ്പോ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ യൂസ് ചെയ്യും, ദേ ആർ മേക്കിംഗ് മണി, ഇസ് എ ബില്യനെയർ. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിലത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇത്ര സ്നേഹത്തിൽ മീറ്റ് ചെയ്യും? എനിക്ക് അറിയാലോ, നമ്മൾ അന്ന് മീറ്റപ്പിനൊക്കെ വന്നപ്പോൾ ഓരോരുത്തരുടെയും സ്നേഹം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഐ വാസ് റിയലി ഷോക്ഡ് ആൻഡ് സർപ്രൈസ്ഡ്. കാരണം നേരിട്ട് കാണാത്ത ഒരാളെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹവും സന്തോഷവും ഇറ്റ് വാസ് ട്രെമൻഡസ്. എങ്ങനെ പറ്റി ഈ സൂം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുകളോട്? നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്യുന്നു, നമ്മൾ പറയുന്നത് അവര് ദേ ആർ മേക്കിംഗ് മണി, നമുക്കത് ഫ്രീ ആയിട്ട് തരുന്നു, കുറച്ച് പരസ്യം കാണുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമുക്കത് കാണാൻ പറ്റുന്നു. ഇറ്റ്സ് വെരി അഫോർഡബിൾ. അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പർപ്പസ് എന്താണ്? റാദർ ദാൻ മേക്കിംഗ് മണി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു എന്ത് ചെയ്തിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ എന്ത് സർവീസാണ് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത്,
അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഗ്രിറ്റ്. ഇനി ഗ്രിറ്റില് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വെച്ചാൽ ദർ ഇസ് 4 എലമെന്റ്സ് ഇൻ ഗ്രിറ്റ്. ആ എലമെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കുറച്ചും കൂടി ഗ്രിറ്റ് ആവാനായിട്ട്. ലൈക്ക് സോറി 1 2 3 4 നാല് സംഭവങ്ങളുണ്ട് ഏതിലാ നമ്മുടെ ഗ്രിറ്റിൽ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഈസ് ഇൻട്രസ്റ്റ് ആണ്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്ലീസ് ഡോണ്ട് ഹാവ് പ്രോപ്പർ ഇൻട്രസ്റ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് താല്പര്യമെന്ന് ഞാൻ അത് ഇക്കിഗായി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഇക്കിഗായി പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു എന്താണ് നിങ്ങൾക്ക്, ഞാൻ 4 ചോദ്യങ്ങൾ ചോദിച്ചു. 4 ചോദ്യങ്ങൾ. ആ 4 ചോദ്യങ്ങൾ ഓർമ്മകൾ എത്ര പേരുണ്ട്? സ്പെഷ്യൽ സമ്മാനം അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ തരും. ഏതാ 4 ചോദ്യങ്ങൾ ഓർമ്മയുള്ള എത്ര പേരുണ്ട്? ഒരെണ്ണെങ്കിലും. ദൈവമേ, ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് മറന്നു എന്ന് പറഞ്ഞാൽ എന്റെ മോശം. 4 ചോദ്യങ്ങൾ. എന്താ നിങ്ങളെ passion? നിങ്ങളെ പാഷൻ സമൂഹത്തിന് ആവശ്യമാണോ? വെരി ഗുഡ്, വെരി അതന്നെയല്ലേ യെസ് 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 അത് തന്നെയാണ്. ഷൈമിന പറഞ്ഞു നോക്കിയേ, ഏതായിരുന്നു 4 ചോദ്യം? പാഷൻ കൊണ്ട് സമൂഹം പൈസ കിട്ടുമോ? ഓക്കെ, ബഷീർ വോയിസ് ബ്രേക്ക് ആയി. എനിവേ സാറ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി. ഷൈമിന എന്തായിരുന്നു? നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ലിസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ സ്കിൽസ്, വെരി ഗുഡ്. ഇഷ്ടപ്പെടുന്ന സ്കിൽസ്, പിന്നെ നമുക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം, നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലോകത്തിന് അതിനെ കൊണ്ട് വെരി ഗുഡ് ഷൈമിന, താങ്ക് യു സോ മച്ച്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് യു ലവ് ടു, ദാറ്റ് ഈസ് യുവർ ഇൻട്രസ്റ്റ്. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോ നിങ്ങൾക്ക് 30 വയസ്സായി, അല്ലെങ്കിൽ 40 വയസ്സായി, 50 വയസ്സ്, 60 വയസ്സായി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണ്. അതായത് നിങ്ങളിപ്പോ പല ജോലിയിലായിരിക്കും. ചിലരിപ്പോ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ അക്കൗണ്ട്സിലുണ്ടാവും, ടീച്ചറായിട്ട് പോകുന്നവർ, അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടണം റീസ്റ്റാർട്ട് ചെയ്യാനാണ്. നിങ്ങൾ എന്ത് സാധനമായിരിക്കും പഠിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? അതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രിറ്റ് ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആവണം എന്ന് നമ്മൾ പല കൂടി പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡു വി ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ്? ഫിഗർ ഔട്ട് വാട്ട് യു എൻജോയ് ഡൂയിങ് മോസ്റ്റ് ഇൻ ലൈഫ് ആൻഡ് ദെൻ ട്രൈ ടു ഡു ഇറ്റ് ഫുൾ ടൈം. ലൈഫ് ഈസ് ഷോർട്ട്, ഫോളോ യുവർ പാഷൻ. വിൽ ഷോർട്ട്സ് എന്ന് പറയുന്ന ന്യൂയോർക്ക് ടൈംസ് എഡിറ്റർ പറഞ്ഞതാണ്. അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് അത് കണ്ടെത്തുക, അത് ഫുൾ ടൈം ചെയ്യുക. കാര്യം എന്താണ്, ലൈഫ് ഒരു വളരെ ഷോർട്ട് ആണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഞാൻ പലപ്പോഴും എന്റെ സ്റ്റാഫിനോടും പറയാറുള്ള ഒരു കാര്യമാണ്, യുവർ ജോബ് ഈസ് യുവർ സെക്കൻഡ് ഹോം. നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ ജോലിക്ക് പോകുന്നു. ഇവിടെയുള്ള ഭൂരിഭാഗം പേരും ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, വീട്ടിലിരിക്കുന്നവർ വളരെ കുറവാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം ഒരു ജോലിക്ക് പോകുന്നതിന് എന്തായാലും ഒരു 8 hours എങ്കിലും ഒരാൾ വർക്ക് ചെയ്യണം. 8 to 9 hours എങ്കിലും വർക്ക് ചെയ്യണം. പോകാനായിട്ട്, അതായത് ആ ഫെസിലിറ്റി എത്താൻ വേണ്ടിയിട്ട് മിനിമം ഒരു 1 hour എങ്കിലും അയാൾ ട്രാവലിങ്ങിന് സ്പെൻഡ് ചെയ്യണം. പലവരുടെയും ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് കണക്കെടുത്താൽ 1 hour അങ്ങോട്ടും 1 hour ഇങ്ങോട്ടും. ഇതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം, ലൈക്ക് നമ്മുടെ കുളി, നമ്മുടെ ഡ്രസ് ചേഞ്ചിങ് ഒക്കെ ആയിട്ട് അനദർ ഹാഫ് ആൻ അവർ ടു 1 hour. സോ ഒരു ആവറേജ് കണക്കെടുത്തു കഴിഞ്ഞാൽ 11 to 12 hours ഒരു ജോലി. പലവരുടെ ഇത് വളരെ കൂടുതലായിരിക്കും. ഞാൻ ഈ പറഞ്ഞത് വളരെ കുറവാണ്. പല ആളുകളും ഇത് കൂടുതൽ സമയമാണ്, 2 മണിക്കൂർ 3 മണിക്കൂറും ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഒരു ആവറേജ് 12 hours യു ആർ സ്പെൻഡിങ് ഫോർ യുവർ വർക്ക്. ഇനി നമ്മൾ വീട്ടിലേക്ക് വന്നു വിചാരിച്ചു, ഈ വീട്ടിലേക്ക് വന്നതിൽ മിനിമം നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങണം? ഒരു 8 മണിക്കൂറാണ് പറയുന്നത്, അത്രയൊന്നും കിട്ടിയെങ്കിൽ പോലും നമ്മൾ ഒരു 7-8 മണിക്കൂർ നമ്മൾ ഉറങ്ങാണ്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഓഫ് ആണ്, നത്തിങ് എൽസ് എൻഗേജ്. അപ്പൊ എത്രയായി? 12 പ്ലസ് ഒരു 7-8 എടുക്കുകയാണെങ്കിൽ ഒരു 20 hours കംപ്ലീറ്റ്ലി ഓഫ് ടു ഹോം ആണ്, അല്ലെങ്കിൽ വീടിനോട് അപ്പുറത്താണ്. ബാക്കി നിങ്ങളുടെ കയ്യിലുള്ളത് 4 മണിക്കൂറാണ്, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 മണിക്കൂർ. ഇതിൽ എങ്ങനെ പോയാലും കുക്കിങ്ങിന്
ബാക്കി സെറ്റിങ്ങിനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് 2-3 മണിക്കൂറൊക്കെ 2 മണിക്കൂറൊക്കെ പോകും. അപ്പൊ ബാക്കി നിങ്ങളുടെ കയ്യിലുള്ളത് 1-2-3 മണിക്കൂറാണ് നിങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ജോലി സ്ഥലത്താണ്. അതായത് ഡേയിലുള്ള ഏറ്റവും സണ്ണി ആയിട്ടുള്ള നിങ്ങൾ ഏറ്റവും ചിയറപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫ്രഷ്നെസ് ഉള്ള സമയം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ജോലി സ്ഥലത്താണ്. ഈ ജോലി ഇഷ്ടപ്പെടാത്തൊരു ജോലിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്? ഓ, പ്രാരി മുറയ്ക്ക് അയ്യോ അവിടെ പോണല്ലോ, അവിടെയുള്ള ആൾക്കാർ ശരിയല്ല, ജോലി ശരിയല്ല, ബോസ് ശരിയല്ല, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ ജോലി സ്ഥലത്ത് പോകണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് എത്രത്തോളം ദുഷ്കരമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും. അപ്പൊ അതുകൊണ്ട് ഡു വാട്ട് യു ലവ് ടു ഡു യുവർ ഇൻട്രസ്റ്റ്. അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തം ഒരു സംഭവം. കാര്യം വെച്ചാൽ നമ്മൾ ഈ ജോലിയിലെ ഫ്രസ്ട്രേഷൻ മൊത്തം വീട്ടിൽ വന്ന് തീർക്കും. അപ്പൊ വീട്ടില് നമ്മൾ എന്തായാലും ആ തീർക്കുന്നതുകൊണ്ട് വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ ഫ്രസ്ട്രേഷൻ നമുക്ക് തീർക്കാൻ ഓഫീസിൽ പോകും. ഇത് ബാക്ക് ടു ബാക്ക്. സോ വൺസ് യു ഡു സംതിങ് ദാറ്റ് യു ലവ് ടു ഡു, യു വിൽ നെവർ ഫീൽ ദാറ്റ് യു ആർ വർക്കിംഗ്. നിങ്ങൾ ആ എൻജോയ് ആയിരിക്കും പ്രോസസ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് അവൻ എൻജോയ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അതിൽ ഓരോ ഡിസിഷൻ എടുക്കുന്നത് ഒക്കെ അടിപൊളി. ഇപ്പം ട്രംപ് ഇപ്പൊ വലിയൊരു സംഭവമായിട്ട് മാറിയേക്കാണല്ലോ, ഡെയിലി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹീസ് എ വെരി ഗുഡ് റൈറ്റർ. നിങ്ങൾ കുറെ ബുക്സ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ 1-2 ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ബുക്ക് അതിനകത്ത് ഞാൻ കേട്ടത് എങ്ങനെയാണെന്ന് വെച്ചാല്, വായിച്ചു എന്ന് പറയുന്നത് വെച്ചാല് ഞാൻ ഓഡിയോ ബുക്ക് കേട്ടത്. അപ്പൊ അതിനകത്ത് ആ ബുക്കില് പുള്ളി പറയുന്ന ഒരു കാര്യം വെച്ചാല്, ഇപ്പൊ പലപ്പോഴും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുമ്പോൾ പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആറ്റിറ്റ്യൂഡ്, ആ ബുക്ക് എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 10-20 വർഷം 25 വർഷത്തിലെ മുകളിലായി. അന്ന് ആ ബുക്കിൽ അയാൾ പറയുന്ന ഒരു കാര്യം വെച്ചാല്, ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ഡിസിഷൻസ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മണി. എനിക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഹീസ് എൻജോയിങ് ദാറ്റ് പ്രോസസ്. അതല്ലെങ്കിൽ ആ ഒരു സെറ്റിൽമെന്റ് ചെയ്യാൻ, ഒരു നെഗോസിയേഷൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് ചെയ്യാൻ. അത് പുള്ളി എഴുതി, ഞാൻ പറഞ്ഞില്ലേ 10-25 വർഷം മുമ്പാണ് അദ്ദേഹം എഴുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല്, ഇപ്പൊ പല ഡിസിഷൻസും നമ്മളെ ബാധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പല പ്രോബ്ലംസ് വേൾഡിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കുറെ ഒരു എജിലിറ്റി വരുന്നുണ്ട്. പക്ഷെ ഹീസ് എൻജോയിങ് ദാറ്റ് പ്രോസസ് ആൻഡ് ഹീസ് ഡൂയിങ് വാട്ട് ഹീസ് എൻജോയിങ്. ദാറ്റ് ഈസ് ട്രൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും, ഇത്രയും കോടീശ്വരനായ മനുഷ്യന് ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയി, ഇതുപോലെ ആൾക്കാരെ കിട്ട് വിറപ്പിച്ച് ടെൻഷനും അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ഗ്രിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് നിങ്ങളുള്ള സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര അടിപൊളി. അതുകൊണ്ടാണ് ഇക്കിഗായി പറയുന്നത് അവിടെയുള്ള ആളുകൾ 100-150 വർഷമൊക്കെ ജീവിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം വെച്ചാല് അവർക്കത് ഇഷ്ടമാണ്. ഇപ്പം ഒരു കൃഷി ചെയ്യുന്ന ആള് പ്രാവി മറിച്ചിട്ടല്ല കൃഷി ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് സന്തോഷമായിട്ടാണ് അദ്ദേഹം ആ കൃഷി സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ആ ഓരോ സാധനങ്ങൾ ഉണ്ടാകുന്നത് കാണുമ്പോഴും അത് പ്ലക്ക് ചെയ്യുമ്പോഴും അത് മാർക്കറ്റിൽ വിൽക്കുമ്പോഴൊക്കെ ഹീസ് എൻജോയിങ് ദാറ്റ് പ്രോസസ്. ഹീസ് എൻജോയിങ്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഗ്രിറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവുള്ളൂ. യു ഗോട്ട് ഇറ്റ്. ഇൻട്രസ്റ്റ് വേണം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് അബൌട്ട് പ്രാക്ടീസ്. നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യമാണ്. ഗ്രിറ്റ് എന്ന് പറയുന്നത് ഒരു ടാലന്റ് അല്ല, യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. അത് പ്രാക്ടീസ് ആണ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത്. നമ്മളൊരു റൂളൊക്കെ, തമ്പ് റൂളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താ, ആ തമ്പ് റൂൾ ഇതായിരുന്നു, ഇഫ് യു പ്രാക്ടീസ് 10,000 hours സംതിങ്, യു ആർ മാസ്റ്റർ ഓൺ ഇറ്റ്. യു ആർ മാസ്റ്റർ ഓൺ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തെ ചൂസ് ചെയ്യുക. ആ ഇഷ്ടമുള്ള കാര്യത്തെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പറ്റുവാണെങ്കിൽ ഡെയിലി, അല്ലെങ്കിൽ മിനിമം നിങ്ങളുടെ ഇത്ര അവേഴ്സ് നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വയ്ക്കണം. സോ ഇറ്റ് വിൽ ബിക്കം നിങ്ങൾ യു ആർ മാസ്റ്റർ ഓൺ. നമുക്കൊരു വീഡിയോ കാണാം. ഇതൊരു വണ്ടർ കിഡ് എന്ന് പറഞ്ഞ ഇറാനിയൻ ബാലനാണ്. ഇവന്റെയൊക്കെ 6 പാക്ക് ഉണ്ട്. പക്ഷെ ആ വീഡിയോ അല്ല ഞാൻ നേരത്തെ ഉൾപ്പെടുത്തി ചെയ്യാൻ. അവന്റെ ഒരു പ്രാക്ടീസ് ആണ്. 6ാമത്തെ വയസ്സിലൊക്കെ 6 പാക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ്. ജൂനിയർ മെസ്സി എന്ന് വിളിക്കുന്ന പയ്യനാണ്. സോറി, നിങ്ങൾ സൗണ്ട് കേട്ടില്ലല്ലോ? സൗണ്ട് കേട്ടായിരുന്നോ? ഇല്ല സർ. ആ,
നിങ്ങൾക്ക് ഈ ഒരു പയ്യന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഒരു 6-ാമത്തെ വയസ്സിൽ ഇപ്പൊ അവന് 13 വയസ്സായേ. ഇപ്പൊ ഈ 6-ാമത്തെ വയസ്സിലൊക്കെ അവൻ അത്രയും പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്കറിയാം. അത് നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം ഹാർഡ് വർക്ക് ആണ്. പക്ഷെ ഹീസ് എൻജോയിങ് ദാറ്റ് പ്രോസസ് ബിക്കോസ് ഹീസ് ഹാവിങ് ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ്. ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവനത് നന്നായി ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഒരു ഡെലിബറേറ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടുന്നത്. അതൊരു കോച്ചും നമുക്ക് വേണം. നമുക്കൊരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ്സുകളുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു കോച്ചൊക്കെ എടുത്തിട്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയെങ്കിൽ ഞാൻ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത് വെച്ചാല് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പർപ്പസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടെത്തണം. അതിലേക്ക് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പർപ്പസ് കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അലക്സ് എന്ന് പറയുന്ന അലക്സ് സ്കോട്ട് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു കഥയാണ്. അലക്സ് സ്കോട്ട് എന്ന് പറഞ്ഞു വെച്ചാല് നിങ്ങളിപ്പോ അതിനകത്ത് റേസ്ഡ് $1 million to fight cancer including first. അപ്പൊ ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഒരു അസുഖം ഇവരെ ഇവർക്ക് 3-ാമത്തെ വയസ്സിൽ ജനിച്ച ഉടനെ തന്നെ അസുഖം റെഗുലർ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് പതിവായി. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് കുറെ കുട്ടികൾ ഇങ്ങനെ ക്യാൻസർ ഒക്കെ വന്നിട്ട് സഫർ ചെയ്യുന്നത് ഇവള് കാണാണ്. ഒരു 4 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര സങ്കടമായി. കാര്യം ഇവളും സഫർ ചെയ്യാണ്, ഒരുപാട് കുട്ടികൾ. അപ്പൊ അവള് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്കൊന്നും ഒരു റിക്കവറി ഇല്ല? അപ്പൊ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇതിനകത്ത് കുറെ റിസർച്ചുകൾ ആവശ്യമുണ്ട്. ഇപ്പോഴാണ് ഇത്രയും ഒരു ക്യാൻസേഴ്സ് ഒക്കെ വന്നത്, ഇതിനൊക്കെ പലതിനും മെഡിസിൻസ് തന്നെ കണ്ടെത്തിയിട്ടില്ല. സോ അപ്പൊ അവള് പറഞ്ഞു ഓക്കെ വെരി ഗുഡ്. അപ്പൊ അതിനെന്തെങ്കിലും അപ്പൊ പറഞ്ഞു ഇതിനൊക്കെ ഒരുപാട് പൈസ ചെലവ് വരുന്നതാണ്, ഇവരാരും സഹായിക്കാനില്ല എന്ന്. ഇവൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് തിരിച്ച് അന്ന് ഡോക്ടറെ കണ്ട് തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം നിങ്ങൾ കാണും മറ്റേ നേരത്തെ കണ്ടതുപോലെ ഇവരൊരു ലെമനോയിഡ് സ്റ്റാൻഡ്, ഒരു നാരങ്ങ വെള്ളം വിൽക്കുന്ന ഒരു ചെറിയൊരു കട വീടിന്റെ മുമ്പത്ത് ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് അവള് തുടങ്ങി. അതിനകത്ത് നാരങ്ങ വെള്ളമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പാരന്റ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവളിത് വിൽക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ദിസ് മണി, ദ പ്രോഫിറ്റ് ഓഫ് ദിസ് മണി ഇസ് ഗോയിങ് ടു ക്യാൻസർ കിഡ്സിന്റെ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവളൊരു ലെമനോയിഡ് സ്റ്റാൻഡ് ആണ് ഇട്ട് ആളുകൾ പോകുന്ന വഴിക്കുള്ള ആൾക്കാർ ഇപ്പം ലെമനോയിഡിന് $1-2 ഒക്കെ ആണെങ്കിൽ ആളുകൾ $5-10-20 ഒക്കെ കൊടുത്തു തുടങ്ങി. കാര്യം ഇറ്റ്സ് ഫോർ ദ ക്യാൻസർ. ആൻഡ് ഇത് വിൽക്കുന്നത് ഒരു കൊച്ചാണ്, 4-5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇവള് 5th ബർത്ത്ഡേക്ക് ഇവള് ഡോക്ടറെ കാണാൻ ചെന്നത്. അപ്പോ ഏകദേശം $4000 അവൾ അങ്ങനെ സമാധിച്ചു ഡോക്ടറെ കയ്യിൽ കൊടുത്തു. ഡോക്ടർ, ദിസ് ഇസ് എ മണി, യു ക്യാൻ ഡു ഇറ്റ് വാട്ട് എവർ യു വാണ്ട്, ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. 9-ാമത്തെ വയസ്സിൽ ഇവിടെ മരിക്കുകയാണ്. ക്യാൻസർ അറിയാലോ, ക്യാൻസർ വന്ന് 9-ാമത്തെ വയസ്സിലൊക്കെ ഏകദേശം $10 million ആണ് കൊടുത്തത്. $10 million എനിക്ക് കൊടുത്തു വെച്ചാൽ അലക്സിന്റെ ഈ ഒരു സംഭവം ഇത് ഇവള് പൈസ കൊടുത്ത സമയത്ത് ഇതൊരു നാഷണൽ ന്യൂസ് ആയിട്ട് മാറി. ഇവളുടെ ലെമനോയിഡ് സ്റ്റാൻഡ് ആളുകൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഇവളെ അനുകരിച്ച് അവർ വീടിന്റെ സൈഡിലൊക്കെ ലെമനോയിഡ് സ്റ്റാൻഡിന്റെ പേരിട്ട് ഇവരും നാരങ്ങ വെള്ളം. അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു. അപ്പൊ പാരന്റ്സ് ഒരു അക്കൗണ്ട് ഒക്കെ ഫോം ചെയ്തു. 2018 ആയപ്പോഴും ഇവള് മരിച്ചു വർഷങ്ങൾക്ക് ശേഷം 2018 ആയിരിക്കും ഏകദേശം $100 million ആണ് ഈ ലെമനോയിഡ് സ്റ്റാൻഡ് വഴി അത് നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനും അതിന്റെ റിസർച്ചിനൊക്കെ വേണ്ടി കൊടുത്തു. ഞാൻ പറയണെന്ന് വെച്ചാല് ഇവര് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ പൈസ ഉണ്ടാക്കിയത് കുട്ടി മരിച്ചുപോയി, പക്ഷെ ആ ഒരു സ്റ്റാർട്ടിങ് പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം അത് അവിടെ നിന്നു ഇന്നും അതിലേക്ക് ഒരുപാട് ആളുകൾ പൈസ. അപ്പം ഇതില് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കൊരു ലൈഫിൽ 4 വയസ്സായ കൊച്ചിനൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 9 വയസ്സാകുമ്പോഴേക്കും ഏകദേശം ഒരു $10 million ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ഓൾസോ ഹാവ് എ പർപ്പസ് ഇൻ അവർ. ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, ഇത്രയും ആളുകളെ രക്ഷപ്പെടുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നല്ലൊരു ബി എ വർത്ത് ടു അതർ പീപ്പിൾ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ലൈഫ് ഈ ഇരുട്ടിന്റെ 3-ാമത്തെ റോൾ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് അവർ പർപ്പസ്. അപ്പൊ പല ആളുകളും ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ പറയും, ഓക്കെ
ബിസിനസ് തന്നെയായിരിക്കും വരും. എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 1,00,000 ആളുകളെ. ഇന്നാളെ ഞാൻ ഈ അടുത്ത് ഒന്ന് രണ്ട് പേരൊക്കെ ഒരു ഒരു സെയിൽസിലൊരു ഒരു അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന്റെ പല ക്ലാസ്സുകളിലും പറയുമ്പോൾ പറയാം, ഓക്കെ എന്റെ ലൈഫിന്റെ പർപ്പസ് എന്നത്, അദ്ദേഹം ഒരു കോച്ചാണ്, ട്രെയിനറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്റെ പർപ്പസ് എന്ന് വെച്ചാൽ 1,00,000 മില്യണേഴ്സിനെ കേരളത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സോ ഹീസ് വർക്കിംഗ് ഓൺ ദാറ്റ് പർപ്പസ്, ലൈക്ക് 1,00,000 മില്യണേഴ്സ്. അപ്പൊ നമ്മുടെ ഒരു പർപ്പസ് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് തേർഡ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. ലാസ്റ്റ് പോയിന്റ് ഐ വിൽ ക്വിക്കലി ഫിനിഷ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നാലാമത്തെ പോയിന്റ് ഹോപ്പാണ്. പലതും നമ്മുടെ ലൈഫിൽ ഇല്ലാത്തതിന്റെ ഒരു കാര്യം, ഇതൊക്കെ നമുക്ക് നേടാൻ പറ്റുമോ? പ്രതീക്ഷകള് ഇല്ലാത്തതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് ഞാൻ പറയും. ഒന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണം. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ നിന്നിട്ട് വലുതായിട്ട് ഒന്നും കാണാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു ലോക പരാജയമാണ്. ഒരു ടോം ഡാർലിൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, സോൾജറാണ് അദ്ദേഹം, CEO ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ യുദ്ധത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പെൽവിസ് ബ്രോക്കൺ ആയി കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം ഒരു ഹോപ്പാണ്, നമുക്കറിയാം, കിടപ്പാണ്. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ഡ്രീം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, ഈ ആർമിയിൽ ഒരു പരിപാടിയുണ്ട്, ഈ 10 മൈലർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഏകദേശം ഒരു എന്താ പറയാ 10 മൈല് ഓടുന്ന ഒരു പ്രോസസ്സാണ്. അത് ആർമി എങ്ങനെ ഓടണം എന്ന് വെച്ചാൽ, ഈ ആർമി നമുക്ക് ആർമീനെ അത്ര അറിഞ്ഞുകൂടാ, നമ്മുടെ വീട്ടിൽ ആരും പട്ടാളക്കാരുണ്ടാവില്ല. പ്രത്യേകിച്ച് US ആർമി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മേത്ത് ഒരു 80 കിലോ ഉള്ള ആളാണെങ്കിലും ഒരു 70 കിലോ ഉള്ള ആളാണെങ്കിലും അവരുടെ ദേഹത്തെ ഏകദേശം 50 കിലോ വെയിറ്റ് ഉണ്ടാവും. 50 കിലോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമുക്കറിയാം, ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, പിന്നെ അവരുടെ റൈഫിള്, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇവരുടെ തടുക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെ ഉള്ള കുറെ സാധനങ്ങൾ ഇങ്ങനെ മേത്തിട്ടിട്ട് വേണം. കാരണം ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ആണ് ഭയങ്കര വെയിറ്റ് ഉള്ള സാധനം. ഇതിട്ടിട്ട് 10 മൈൽ ഓടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോസസ്. അവനെ പറഞ്ഞു, യു ഡോണ്ട് മീ, ഐ റൺ 10 മൈൽ വിത്തിൻ 70 minutes. എന്നിട്ട് ഇദ്ദേഹം ഈ വേദന കടിച്ചമർത്തി പതിയെ എഴുന്നേക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തു. 70 മിനിറ്റ് എന്നുള്ളത് 110 മിനിറ്റായി. 2 വർഷത്തെ പ്രാക്ടീസ് ഉണ്ട്. സോ എങ്ങനെയാന്ന് വെച്ചാൽ, കിടക്കുന്ന ഒരു മനുഷ്യന് ഒരു ഹോപ്പ് ഉണ്ടാവുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, മിറാക്കിൾ മാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. ഫ്ലൈറ്റ് ഒക്കെ ക്രാഷ് ആയിട്ട് അദ്ദേഹം എഴുതി വെച്ചു. അതായത് ഒന്നുമില്ല, അദ്ദേഹത്തിന് ഒരു കണ്ണ് മാത്രമേ അനങ്ങുന്നുള്ളൂ. ശ്വാസം വലിക്കുന്നത് പോലും ഈ പറഞ്ഞ മെഷീന്റെ സഹായത്തോടു കൂടിയാണ്. അന്ന് അയാൾ കണ്ണനക്കിയിട്ട് ഒരു മെസ്സേജ് അവർക്ക് എഴുതി കൊടുത്തു, ഐ വിൽ വാക്ക് ബൈ നെക്സ്റ്റ് ക്രിസ്മസ്. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ്. ഒരു വർഷം എന്ന് വെച്ചാൽ ജനുവരിയിലും ഫെബ്രുവരിയിലും പറ്റുന്നു. 10 മാസം കഴിയുമ്പോൾ ക്രിസ്മസ് ഞാൻ നടക്കുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും സങ്കടം വന്നത്, ചിരിക്കല്ലേ ചെയ്തത്, സങ്കടം വന്നത്. കാര്യം ഇത്രയും സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരാള്, സ്പൈനൽ കോഡ് അടക്കം ഫ്ലൈറ്റ് ക്രാഷ് ആയതാണ്, മനുഷ്യൻ നടക്കുന്നു. പക്ഷെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മിറാക്കിൾ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോ കാണാൻ പറ്റും. ആൻഡ് ഈ വാക്ക് ദാറ്റ് വേ വിത്ത് എന്താ പറയാ, ആളുകളൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ചെയ്തത്. കാര്യം ഒരു പ്രതീക്ഷയാണ് മനുഷ്യനെ ജീവിതത്തിൽ വളർത്തുന്നത്. നമ്മളിപ്പം ഫെയിലിയേഴ്സ് ഉണ്ടാവാം, പരാജയങ്ങൾ ഉണ്ടാവാം, പ്രൊജക്ഷൻസ് ഉണ്ടാവാം, നമ്മൾ ആളുകൾ തല്ലി തീർച്ചു. പക്ഷെ ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഐ വിൽ അച്ചീവ് മൈ പർപ്പസ് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു 4 എലമെന്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രിറ്റ് ആയി എന്നുള്ളതാണ്. ഏതൊക്കെയാണ് 4 എലമെന്റ്സ്? ആരെങ്കിലും ഒന്ന് പറയാമോ? ഏതൊക്കെയായിരുന്നു 4 എലമെന്റ്സ്? ഞാൻ ഇപ്പൊ പറഞ്ഞ 4 എലമെന്റ്സ്: ഇൻട്രസ്റ്റ്, പ്രാക്ടീസ്, പർപ്പസ്, ഹോപ്പ്. വെരി ഗുഡ്. അപ്പൊ ഇൻട്രസ്റ്റ് വേണം. പിന്നെ നമ്മുടെ ലൈഫിൽ എന്ത് വേണം? ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടേ? പ്രാക്ടീസ് വേണം, പർപ്പസ് വേണം, പിന്നെ ഹോപ്പ്. അപ്പൊ ഇതൊന്നുമില്ലാതെ ഈ 4 ഘടകത്തില് ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യില്ല. ആദ്യം ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് എങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് വേണം. എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്? ഇതിനുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്. ആൻഡ് ഫൈനലി ഇത് എനിക്ക് കിട്ടുമെന്നുള്ള ഹോപ്പ് വേണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ലൈഫിലെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് ഗ്രിറ്റ്, നിങ്ങളുടെ ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ആവും. ആൻഡ് ഫൈനലി
ഐ വുഡ് ലൈക്ക് ടു സേ വൺ മോർ തിങ്. ഫോൾ ലവ് ഇൻ ബോർഡം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏറ്റവും കൂടുതൽ നിങ്ങളിപ്പം ഗൂഗിളിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി അറിയാൻ പറ്റും, പല ആളുകളും സ്പീക്ക് ചെയ്യുന്നത് വെച്ചാൽ ബോറടിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക എന്നുള്ളത്. ആളുകൾ വിചാരിക്കും അത് വളരെ ബോറായിട്ടുള്ള കാര്യമില്ല. ഇന്നത്തെ ആൾക്കാർക്ക് ബോറടി ഉണ്ട്, കമ്പാരിറ്റീവ്ലി നോ ബോർഡം ഫോർ. കാര്യം നമ്മളൊരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോഴേക്കും ബസ് കാത്തിരിക്കുന്ന 2 3 മിനിറ്റ് ആണെങ്കിൽ പോലും വി വിൽ ടേക്ക് ദ ഫോൺ ആൻഡ് ഗൂഗിൾ, ഇൻക്ലൂഡിങ് മീ വട്ട് ഐ എം ഡൂയിങ്. ഇപ്പൊ ഏറ്റവും രസകരമായ കാര്യം വെച്ചാൽ ഇതിൽ പലരും അത് അംഗീകരിക്കും, ഭൂരിഭാഗം പേര് അംഗീകരിക്കും, ഭൂരിഭാഗം ചെയ്യുന്നതാണ്. നൗ ദ മൊബൈൽ ഫോൺ ഈസ് ഇൻ അവർ ബാത്റൂംസ് ഓൾസോ. ഇപ്പൊ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് വളരെ ഈസിയാണ്, യൂറോപ്യൻ ക്ലോസറ്റ് ആണ്, എല്ലാവരും മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ ഇരിക്കുന്ന 2-3 മിനിറ്റ്സ് പോലും വി ആർ യൂസിങ് മൊബൈൽ ഫോൺ. സ്ക്രോൾ ആണ്, വാട്സപ്പിൽ മെസ്സേജ് നോക്കാം. കാര്യം വെച്ചാൽ പ്രത്യേകിച്ച് കൈകൊണ്ടൊന്നും ചെയ്യാനില്ലല്ലോ. കുളിക്കുമ്പോൾ പോലും ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോകുന്ന എത്രയോ ആളുകളുണ്ട്. കാരണം വെച്ചാല് ആ ഒരു സമയത്തെ ബോർഡം പോലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അത്രത്തോളം എന്താ പറയാ മൊബൈലുമായിട്ട് കണക്റ്റഡ് ആയതുള്ളതാണ്. മൊബൈൽ നമുക്ക് പറ്റില്ല. ഇപ്പൊ നമ്മള് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇപ്പൊ എന്റെ കേസിലും ഇത് കറക്റ്റ് ആണ്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എപ്പോഴെങ്കിലും ഒരു ബോറിംഗ് കിടന്ന് അപ്പം മൊബൈൽ എടുത്ത് നോട്ടാൻ തുടങ്ങും. കാര്യം നമ്മൾക്ക് ബോറടിക്കാൻ പറ്റില്ല. പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ബോറടിക്കുക എന്നുള്ളതാണ്. ആർക്ക് വെൻ യു ആർ ഗെറ്റിംഗ് ബോർഡ് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഐഡിയാസ്. ലൈഫ് കുറച്ചും കൂടി റീസെറ്റ് ആവണമെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ പണിയെടുക്കാണ്ടിരിക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ് ലൈക്ക് മൊബൈൽ ഫോൺ, ടെലിവിഷൻ. പണ്ടൊക്കെ ആളുകൾ ടെലിവിഷനെ കുറിച്ചാണ് കുറ്റം പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും അതിലേ വളരെ ഈസിയായി, ഞാൻ പറഞ്ഞതുപോലെ ബാത്റൂമിൽ വരെ ഇരുന്ന് നോക്കാവുന്ന രീതിയിലേക്ക് മൊബൈൽ ഫോൺ നമ്മുടെ ലൈഫിന് അത്രമാത്രം കണക്റ്റഡ് ആയി നമ്മളെ വേറൊരു നമുക്ക് ചിന്തിക്കാനുള്ള അവസരം തരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. നിങ്ങൾ എപ്പോഴാണ് ചിന്തിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. യു ഡോണ്ട് ഹാവ് ടൈം ടു തിങ്ക്. ഐദർ യു വർക്ക് ഓർ യു ഇൻ ദ മൊബൈൽ. എല്ലാവരുടെ ലൈഫ് അങ്ങനെയല്ലേ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിലാണ്. ഇവൻ നമ്മൾ ജോലിക്ക് ഇരിക്കുമ്പോൾ പോലും നമ്മൾ വർക്ക് ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സാധനം എടുത്ത് കൊടുക്കുന്നു. എപ്പോ ഒരു സെക്കൻഡ് നമുക്ക് ഫ്രീ ഡേ നമ്മൾ മൊബൈൽ എടുത്ത് പോകും. ദ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ നമ്മൾ ഹാക്ക് ചെയ്ത് വിട്ടേക്കാണ്. ആൻഡ് ഓൾ ദീസ് കമ്പനീസ് ആർ ഡൂയിങ് ബിക്കോസ് ദേ നീഡ് മണി. യൂട്യൂബ് ഫ്രീ ആണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ കാണുന്ന ഓരോ ഷോർട്സിനും യൂട്യൂബ് ഈസ് ഗെറ്റിംഗ് മണി. നമ്മുടെ സമയമാണ് അവരുടെ പൈസ. നിങ്ങളൊന്ന് ആലോചിക്കുക, ലോകത്ത് എത്രയോ കോടി മനുഷ്യരുണ്ട്. എന്തുകൊണ്ടാണ് ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റയൊക്കെ വീഡിയോയിലൊക്കെ ഇത്ര അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ യൂട്യൂബിനൊക്കെ എന്തൊരു നഷ്ടമാണ്. എന്തോരം ആൾക്കാരാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയും ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതായത് എത്ര ലോഡിംഗ് സ്പേസ് വേണം, ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ എത്ര കോസ്റ്റ്ലിയാണ്. നിങ്ങൾക്ക് അത് ഡാറ്റ ഇതിന്റെയൊക്കെ കുറിച്ച് കോസ്റ്റ് നോക്കി അറിയാൻ പറ്റും. അത് ഇപ്പൊ യൂട്യൂബിന്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റയുടെ ഇത്രയും ആളുകൾ, ഇത്ര കോടിക്കണക്കിന് മനുഷ്യരുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലം എന്ന് പറയുന്നത് വെരി കോസ്റ്റ്ലി. എന്തിനീ കോസ്റ്റ് സഹിക്കണം, എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തരാം. ബിക്കോസ് നമ്മൾ ഓരോ സെക്കൻഡ് അതിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോഴും ദാറ്റ് ഈസ് ദേ ആർ മേക്കിംഗ് ബില്യൺസ് ഓഫ് മണി ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ ബോറടിക്കാനും കൂടി നിങ്ങൾ തയ്യാറാവണം. ബോറടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിട്ട് ചിന്തിക്കാൻ, വാട്ട് ഈസ് മൈ ലൈഫ് പർപ്പസ്, എന്ത് ചെയ്താലായിരിക്കും ഞാൻ ഹാപ്പി ആവുക, എന്താണ് എന്റെ ലൈഫിന്റെ ലക്ഷ്യം, ഞാൻ എന്താണ് ഇനി കൂടുതൽ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കുറച്ച് സമയം വേണം. അതിന് മൊബൈൽ ഫോൺ എടുത്ത് ദൂരെ കളയണം. ഈ മൊബൈൽ ഫോൺ എടുത്ത് ദൂരെ കളയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പും കുറച്ചും കൂടി ഭംഗിയാവും. കുറച്ചും കൂടി എല്ലാ ലൈഫിലും നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗ്രിറ്റി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും ഗ്രിറ്റായി നിങ്ങളുടെ ഇൻട്രസ്റ്റ് കണ്ടെത്തി അതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് അതിൽ പെർഫെക്റ്റ് ആയി നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. Good morning, ma'am. Good morning, all.
എൻ്റെ പേര് വിനീത. ഞാൻ സാറിന്റെ 2 ക്ലാസ് മിസ്സായി. ഇന്ന് കയറണമെന്ന് വിചാരിച്ച് പർപ്പസ്ഫുള്ളി അലാറം ഒക്കെ വെച്ച് കയറിയതാണ്. ഒരുപാട് ഇഷ്ടമായി. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ, എൻ്റെ ലൈഫിൽ ഈ പറഞ്ഞോണം പർപ്പസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുറവായിരുന്നു. പക്ഷെ അതിലേക്ക് കുറച്ച് ഫോക്കസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കേൾക്കുമായിരുന്നു. കുറെ കേൾക്കലായിരുന്നു കൂടുതൽ. പക്ഷെ പിന്നീട് എന്ന് വെച്ചാൽ കുറച്ച് നാളുകളായിട്ട് എനിക്ക് തോന്നി തുടങ്ങി, ഈ കേൾക്കൽ മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടി ചിന്തിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സാർ ഇങ്ങനെ പറഞ്ഞപ്പോ ശരിക്കും അത് കുറച്ചും കൂടി നമ്മൾ അതിലേക്ക് ഫോക്കസ്ഡ് ആവണം എന്നുള്ളൊരു തോന്നൽ തോന്നി. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആക്കണം. ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രാക്ടീസ് പക്ഷെ 100% ഇല്ല. അപ്പൊ അതും അതേപോലെ തന്നെ ആ ഹോപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അതും കൂടുതൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു എന്താ പറയാ, കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പലരുടെ പേഴ്സണൽ സ്റ്റോറിയും എല്ലാം കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ലൈക്ക് ചെയ്തു. താങ്ക് യു സോ മച്ച് ഓസ്റ്റിൻ സാർ, അതുപോലെ തന്നെ മാം. താങ്ക് യു ഓൾ. താങ്ക് യു വിനിത. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിനിത. അടുത്ത ആള് പറഞ്ഞോളൂ. സർ ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഈ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് നോക്കിയിരിക്കുക, എന്തെല്ലാം കാഴ്ചകളാ കാണാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ബസ്സിലെല്ലാം സഞ്ചരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ പോലും മൊബൈൽ വെച്ച് അതിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ചിലപ്പോഴൊക്കെ ഞാനും ഇപ്പോ എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് നല്ലത്. നമ്മള് ഇങ്ങനെ കുറെ നേരമെങ്കിലും ബോറടിച്ച് നമ്മെ കുറിച്ച് ചിന്തിക്കണം. പക്ഷെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവുമോ എന്നുള്ള പേടിയില്ല മൊബൈൽ വെച്ച് അതിലുള്ള ഓരോന്ന് കാണുക, അല്ലെങ്കിൽ നമ്മുടെ സമയം നമ്മൾ തന്നെ കൊന്നു കളയാണെന്ന് മനസ്സിലായി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ താങ്ക് യു. വളരെ വളരെ ഉപകാരപ്രധാനമുള്ളത്. താങ്ക് യു സർ. താങ്ക് യു മേഘ. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആണ് സാറിന്റെ. ഫസ്റ്റത്തെ സെക്കൻഡും ഇപ്പത്തെ കുഴപ്പമില്ല. നല്ല നല്ല ടോപ്പിക്കാണ്. കാരണം നല്ല പ്രാക്ടീസ് ചെയ്ത് കാര്യമാണ് സാർ പറഞ്ഞത്. ജീവിതത്തിൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. ബഷീർ സാർ. ഞാൻ ഗേറ്റ് 1 പകുതി കേട്ടു. കാരണം 2 ആഴ്ചയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഹോസ്പിറ്റൽ ഒരു ബൈസ്റ്റാൻഡായിട്ട് ഇതായിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് ആ സബ്ജക്റ്റ് മനസ്സിലായത്. നന്നായിട്ട് മനസ്സിലായി. നമ്മളിങ്ങനെ പാഷൻ ഇങ്ങനെ തെരഞ്ഞെടുക്കണം. ഇപ്പോൾ നല്ല ക്ലാസ്, ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മണി സാർ. മാജിക് മോർണിംഗ് സാർ. ഞാൻ ഇവിടെ ബൈസ്റ്റാൻഡറായിട്ട് വേറെ സ്ഥലത്താണ്. ലേശം നെറ്റ് പ്രോബ്ലം ഉണ്ടാവും. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ് എന്ന് പറയാം. ഇത് 3ാമത്തെ പാർട്ട് ശരിക്കും കാച്ചി കുറുക്കിയിട്ട് ഒരു 4 പോയിന്റിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ടാണ് സാർ തന്നത്. അപ്പൊ എന്തായാലും നമുക്കത് ഒരു താല്പര്യം വേണമെന്നുള്ള എല്ലാത്തിനും. താല്പര്യം ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളത് പെർഫെക്റ്റ് ആകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ സാർ പറഞ്ഞു, ഒരേ കാര്യം പല പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൽ മാസ്റ്റർ ആവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പർപ്പസ് എന്തായാലും നമ്മൾ കണ്ടെത്തണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതിന്റെ എക്സാമ്പിൾ വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ഹോപ്പ്, പ്രതീക്ഷ വേണം. പിന്നെ സാറ് പറഞ്ഞത് ആ പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എത്തുള്ളൂ. അതിന് കണക്കായിട്ടുള്ള നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് സാറൊന്ന് തന്നത്. അതുപോലെ ഈ ബോറടിക്കാൻ തയ്യാറാവുക എന്നുള്ള കാര്യം പറഞ്ഞു. അതായത് ചിന്തിക്കാം. നമ്മൾ കുറച്ചു നേരം മൊബൈലിലെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നമുക്ക് എന്താ നമ്മളെ പർപ്പസും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെ കഴിവുകളെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിച്ച്
ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയം ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സമയം വീട്ടിലുണ്ടാവുള്ളൂ, ബാക്കി സമയം മിക്കവാറും ഓഫീസ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മളെ കിട്ടുന്ന സമയത്ത് ഒരു നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാന്നുള്ളതാണ്. ഏതായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ 3 സെഷൻ ക്ലാസ്സും വളരെ അവസാനത്തെ ക്ലാസ് ആണ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ ഇക്കിഗായിന്റെ ഒക്കെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വേർഷനാണ്. വലിയ പോയിന്റിൽ, അതായത് 4 കാര്യം മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നമ്മളൊരു നല്ലൊരു ആളായിട്ട് മാറും എന്നുള്ള. താങ്ക് യു വെരി മച്ച് സാർ. നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് നിർത്തിയാലോ? താങ്ക് യു സർ. നമുക്ക് വേണ്ടി ചെയ്യാം സർ. ഓക്കെ. തീവ്രമായ താല്പര്യത്തോടെ, ധൈര്യത്തോടെ, പ്രതീക്ഷയോടെ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഉള്ളിന്റെ ഉള്ളിൽ തോന്നിയ ആഗ്രഹത്തിനെ പൂർണ്ണമായും സമർപ്പിച്ച് എന്തു വന്നാലും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി സ്ഥിരത നിലനിർത്തി നമ്മൾ മുന്നിട്ടിറങ്ങുക. നമുക്ക് ഒരു നല്ലൊരു ഗ്രിറ്റി ലൈഫിന് വേണ്ടിയിട്ട്, നമ്മുടെ സക്സസിന് വേണ്ടിയിട്ട് ഗ്രിറ്റ് എന്ന ഈ ടോപ്പിക്കിലൂടെ ഈ സെഷൻ ലീഡ് ചെയ്ത ഓസ്റ്റിൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓസ്റ്റിൻ സാർ. താങ്ക് യു.